ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് പരിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് പരിപ്പ് ഏകദേശം 4 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം. അങ്ങനെ ആ കുതിർന്ന പരിപ്പിൽ നിന്ന് കുറച്ചൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ബാക്കി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോവാതെ ഈ ഒരു പരുവത്തിന് വേണേൽ അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി, വറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച പരിപ്പും കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇത്രയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി സ്പൂൺ വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എണ്ണ ചൂടായെന്നറിയാൻ ഒരു കുഞ്ഞു പീസ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മാവെടുത്ത് അതൊന്ന് പരത്തി പരിപ്പൊടിയുടെ ഷേപ്പാക്കി ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരിപ്പൊടി എല്ലാം ഇട്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു കളറായി മുരിഞ്ഞു വരുമ്പം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ ഇട്ട് അതിൻ്റെ കൂടെ പോയിരുന്ന് കഴിക്കാം. അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.